ഗൈസ്, ഞാൻ എപ്പോഴത്തെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. സാധനങ്ങൾ വാങ്ങി തീരുമ്പോൾ കട അടച്ചു. ഗൈസ്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് ചെയ്യും പറയോ? ഞാൻ ഇതുകൊണ്ടാണ് ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ കട്ട ഫ്ലോപ്പാണ്. ഗൈസ്, എൻ്റെ ആദ്യത്തെ ഷോപ്പിംഗ് ആണ് ഗൈസ്, അതും ഗ്രോസറീസ്. കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കയറിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനല്ല, ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി ഗ്രോസറീസ് വാങ്ങണം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും കാനഡയിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 7:45-8 മണി ആവാറായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നോടൊരു 10,000 പ്രാവശ്യം പറഞ്ഞു, എടാ 9 മണിയാകുമ്പം കട അടയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം, അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഇല്ലായിരുന്നു. സ്കൈലാൻഡിലെത്തി. അവിടെ നിന്ന് ഞാൻ ഓരോ സാധനങ്ങൾ നുള്ളി പറക്കാൻ തുടങ്ങി. ആദ്യം എടുത്തത് വാൾനട്ടാണ്. അതിന് നല്ല രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു ഗൈസ്. അതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ ഗൈസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് മുട്ട. അതില്ലാതൊരു ജീവിതമില്ല. കാരണം മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ദോശമാവ് വാങ്ങി ഗൈസ്. അത് ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഐറ്റം ആവുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മെയിൻ സാധനം ഞങ്ങൾ വാങ്ങാൻ പോയത് ഇതാണ് ഗൈസ്, ബിരിയാണി അരി. കാരണം 2 പേർക്കും, എനിക്കും ഹസ്ബൻഡിനും ബിരിയാണി എന്ന് പറഞ്ഞ ജീവനാണ്. സോ ഞങ്ങൾ ബിരിയാണി അരി വാങ്ങിച്ചു ഗൈസ്. ദേ ഗൈസ്, എൻ്റെ പ്രിങ്കിൾസ്. അയ്യോ, 2 എണ്ണം $7 ഉള്ളൂ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് ഹെൽത്തി ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഫാസ്റ്റ് ഫുഡ് കട്ടാന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇതും ഹെൽത്തി അല്ല എന്നും പറഞ്ഞ് അവൻ എന്നെ അവിടെ നാട്ടി ഓടിച്ചു ഗൈസ്. അത് ഞാൻ ക്ഷമിക്കും ഗൈസ്, കുഴപ്പമില്ല. പക്ഷേ ഹെൽത്തി ചിപ്സ് ആണെന്നും പറഞ്ഞ് ഈ പാവയ്ക്ക ചിപ്സ് എനിക്ക് വാങ്ങിച്ചു തന്നെ എന്നെ പറ്റിക്കാൻ നോക്കി ഗൈസ്. അത് ഞാൻ ക്ഷമിക്കില്ല. എന്നോടാ കളി. ഞാനത് അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് വന്നു ഗൈസ്. അതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തിരച്ചിൽ തുടങ്ങി ഗൈസ്. അങ്ങനെ തിരഞ്ഞ് വന്നപ്പോഴാണ് ദേ ഇരിക്കണ ഒരു സാധനം. നമ്മൾ പറമ്പിലൊക്കെ കണ്ടിട്ടുള്ള കാച്ചിലില്ലേ, അതുകൊണ്ട് ഇവർ ജെല്ലി ഉണ്ടാക്കി വെച്ചിരിക്കണു. അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ടായിരിക്കും, വാങ്ങ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. പക്ഷേ എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തതുപോലെ തന്നെ അവിടെ വെച്ചു ഗൈസ്. അത്ര വലിയ താല്പര്യം എനിക്കത് കണ്ടപ്പം തോന്നിയില്ല. ഞാൻ സാമ്പാറിലിട്ട് കഴിച്ചോളാം. പലതരം മീനുകൾ ജീവനോടെ തുടിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ കട അടച്ച് പോയി ഗൈസ്. അത് പിന്നെ അങ്ങനെയാണല്ലോ എവിടെയും. അതുകൊണ്ട് പിന്നെ ഫ്രോസൺ ഫിഷ് വാങ്ങി തിരിച്ചു വന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് തക്കാളി, ഏത്തയ്ക്ക, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. ഇരിക്കണു വാഴയുടെ മറ്റേ കൂമ്പ്. അതൊന്നും ഞാൻ വാങ്ങിയില്ല, അതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ആർക്കും വേണ്ടാതെ നിൽക്കുന്ന മുരിങ്ങയ്ക്ക ഇല ഗൈസ്. എന്ത് ചെയ്യാനാണ്, എനിക്കതൊന്നും വെക്കാറിനോടത്തൊന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ ആകെ എടുത്തത് കറി ലീവ്സാണ്. ഞാൻ അത് എല്ലാത്തിലും ഇടുന്നത് കൊണ്ട് അതെടുത്തു. പിന്നെ ഓൾമോസ്റ്റ് അവരെല്ലാം അടച്ചു ഗൈസ്. കണ്ടോ, എല്ലാം കവറൊക്കെ ചെയ്ത് അവർ വൃത്തിയാക്കി വെച്ചേക്കാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയി കൈയിട്ട് ഓരോന്ന് എടുക്കുമായിരുന്നു. പിന്നെ ഇൻഡയറക്റ്റായിട്ട് അവർ പല പ്രാവശ്യം ഞങ്ങളോട് പറയുന്നുണ്ട്, പൊക്കോളൂ, സമയമായി പൊക്കോളൂ എന്ന്. പിന്നെ ഞാൻ പോകുന്ന വഴി കുറച്ച് പച്ചമുളകൊക്കെ എടുത്തുകൊണ്ട് ഓടി ഗൈസ്. പച്ചമുളകും കുറച്ച് പാവയ്ക്കൊക്കെ വാങ്ങി. പാവയ്ക്ക വാങ്ങിച്ചപ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എടുക്കല്ലേ, കാരണം അവന് ഇഷ്ടമല്ല. പിന്നെ ഗൈസ്, ഞാൻ കുറച്ച് കുക്കുംബർ വാങ്ങി. അപ്പോൾ എന്നെ ബാക്കിൽ നിന്ന് അവൻ തിരുത്തുവാണ്, കുക്കുംബർ അല്ല ക്യുക്കംബർ ആണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അതിനുശേഷം ഞങ്ങൾ ബില്ലടിക്കാൻ പോയി ഗൈസ്. ബില്ല് അവൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്ത് പോയില്ല. പിന്നെ സാധനങ്ങളും കൊണ്ട് ഞാൻ പതുക്കെ കാറിലേക്ക് നടന്നു. ഹായ്, നോക്കൂ ഗൈസ്, 9 മണിയായി. പക്ഷേ ഇരുട്ടിയിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ പാതിരാത്രി പോലെ ഇരുട്ടേന്. എന്തല്ലേ? അതെ, വാങ്ങാൻ വന്ന സാധനത്തിൻ്റെ പാതി പോലും വാങ്ങില്ല. സോ അടുത്ത ഡെസ്റ്റിനേഷൻ വാൾമാർട്ട്. അവിടെ പോയിട്ട് ബാക്കി തപ്പാം ഗൈസ്. ഹായ്, ഞങ്ങളിതാ കയറി പോകുന്നു ഗൈസ്. ഇനി എൻ്റെ ഫ്രൂട്ട്സ് സെക്ഷനാണ് ഗൈസ്. എല്ലാ ഫ്രൂട്ട്സും ഞാൻ കൈയിട്ട് വാരി ഗൈസ്. എല്ലാം വാങ്ങി, എനിക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങി. പിന്നെ മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഞാൻ എല്ലാത്തിലും ഇടും. സാമ്പാർ, ബിരിയാണി എല്ലാത്തിലും ഇടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ കേക്ക് കണ്ടത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ വന്ന് കേക്ക് മേടിക്കാം, നല്ല എളുപ്പമാണല്ലോ, ഇഷ്ടമുള്ള കേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയെല്ലാം കുറേ തിരഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതെല്ലാം വാങ്ങി പറക്കി എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം വെയിറ്റ് കൂടിയതുകൊണ്ട് എനിക്ക് തള്ളാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു തള്ളാൻ. അങ്ങനെ അവൻ തള്ളിക്കൊണ്ട് പോയി ഗൈസ്. പിന്നെ അവിടെ നിന്ന് അവൻ തന്നെ ബില്ലടിച്ചു, ഞാൻ തന്നെ സാധനങ്ങൾ കാറിലെടുത്ത് വെച്ചു. ഗൈസ്, അത് സാഹസികരമായി ഞാൻ എൻ്റെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നീണ്ട 2.5-3 മണിക്കൂറുള്ള ഷോപ്പിംഗ് അവസാനിച്ചു. ഞാൻ വീട്ടിൽ വന്നു കയറി ഗൈസ്. ഇനി ഒന്നുമില്ല, കുളിക്കണം, ഉറങ്ങണം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്.